അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോസ്. തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. 2019 മാർച്ച് 27-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു ഉടമ്പടി പ്രാർത്ഥന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാതും നമുക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞതിന് ഫലം ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ മകൾക്ക് കിട്ടിയ സാക്ഷ്യമാണ് പ്രത്യേകമായി പറയുന്നത്. അവൾക്ക് കേട്ടിട്ട് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അവൾക്ക് കേട്ടിട്ട് ആദ്യ തവണ തന്നെ 1ഉം 2ഉം കിട്ടി പാസ്സായി. അതിനുശേഷം പിന്നീട് അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റിൻ്റെ പരീക്ഷ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒപ്പം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. 5 ഒരാൾക്കൊരു ഒഴിവുണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മാതാവ് അവൾക്ക് നൽകി അവൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ജോലിയിലേക്ക് അവൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് മകൾ തന്നെ പറയും, അവൾക്ക് കൊടുക്കാം. എൻ്റെ പേര് നിത. ഞാൻ ആങ്ങണ്ടൂർ ഇടവകയിലാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ആങ്ങണ്ടൂർ ഇടവകയിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ കുറേ ജോലികൾ ഞാൻ നോക്കി. എനിക്ക് കുറച്ച് മെഡിക്കൽ ഫീൽഡ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അത് നോക്കി, പക്ഷേ അതൊന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ എല്ലാ വിഷമങ്ങളും നമ്മളെ അമ്മമാരുടെ അടുത്ത് പറയണ പോലെ ഞാൻ അമ്മയുടെ അടുത്ത് പറയും. അപ്പോൾ അമ്മ പറയും, നീ പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് തരുന്ന തൈലം അത് തരായിരുന്നു. അങ്ങനെ ഒരു ചാൻസ് മാത്രമാണ്, ലാസ്റ്റത്തെ ഒരു ചാൻസാണ് എനിക്ക് എയ്ഡഡിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് ബാക്കി പ്രൈവറ്റ് കോളേജുകളുണ്ട് തൊട്ടടുത്ത് തന്നെ, പക്ഷേ അവിടെയൊക്കെ സെമിസ്റ്ററിൽ ഫീസ് കൊടുത്ത് പഠിക്കണം. അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഒരു വേക്കൻസി എനിക്ക് മാതാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേക്കൻസിയിലാണ് ഞാൻ കയറിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കേട്ടിട്ട് ഞാൻ കുട്ടികളും ഉണ്ടായിരുന്നു. എന്നിട്ട് മക്കളും ഉണ്ട് എനിക്ക് 2 പേര്. അവരെ പഠിക്കാൻ വിട്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ പഠിക്കലും കൂടി തുടങ്ങിയത്. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ അപ്പച്ചനും വയ്യാണ്ടായി, അങ്ങനെ മരണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ടിട്ട് പാസ്സാവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേട്ടിട്ട് 1ഉം 2ഉം എനിക്ക് എഴുതാൻ പറ്റിയിരുന്നു. 1 എനിക്ക് ഒരിക്കലും ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരിക്കലും കേട്ടിട്ട് 1 കിട്ടില്ല എന്ന് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജയിക്കില്ല, അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും ഞാൻ എഴുതണ മുന്നേ എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കണ കാശിരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ മാതാവേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ജനുവരിയിലാണ് റിസൾട്ട് വന്നത്. അന്ന് കേട്ടിട്ട് 1ഉം 2ഉം ഞാൻ സെപ്പറേറ്റ് തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റത്തെ കൊല്ലം ഞാനിപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് 2ാമത്തെ കൊല്ലമാണ് എനിക്ക് ആങ്ങണ്ടൂർ പള്ളിയിൽ എനിക്ക് വേക്കൻസി കിട്ടിയത്. അപ്പോൾ ഒരു കൊല്ലം ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് കൈവിട്ടില്ല. ഞാനൊരു വർഷം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്തു. കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതി, കോർപ്പറേറ്റിൻ്റെ പരീക്ഷ ചെയ്താൽ പലതരം തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ടെൻഷനിരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ 6 പേരുണ്ടായിരുന്നു. അതിൽ 5 പേരും പാസ്സായി. ഏജ് ഓവർ ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അതേപോലെ ഇടവകയിൽ ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും കിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, പരീക്ഷയിൽ മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ മാതാവേ ഇനി എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കരുത്, എനിക്ക് ആദ്യത്തെ ഇതിൽ തന്നെ ജോലി തന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ജൂൺ 13-ാം തീയതി എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്കൂൾ കിട്ടി. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് അമ്മ
ആണ് പത്രം തന്നിരുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അവിടെ നിന്നും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ പത്രം ഉണ്ടാവും. അപ്പോൾ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്നായിരിക്കും മിക്കവരും പറയുക. പക്ഷേ ഞാനിത് നിന്നിട്ട് എൻ്റെ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ചും കൂടി അകലെ കടന്നിട്ട് ഞാൻ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, വെറുതെ നീ കൊടുക്കരുത്, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് നീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തൊട്ട് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അനാഥാലയങ്ങളിൽ പിന്നെ വയോധികർക്ക് എന്നിവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. മാതാവിന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഉപ്പിറ്റ് വേദന ഭയങ്കര ശക്തമായിരുന്നു. 15 മിനിറ്റ് നടന്നിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചുമര് പിടിച്ചിട്ട് വേണം കുറച്ച് സമയം നടന്നിട്ട് വേണം സാധാരണ രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ട്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എപ്പോൾ അത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ സാധാരണ പോലെ എണീറ്റ് എത്രയും പെട്ടെന്ന് 15 മിനിറ്റ് നടന്ന് ഞാൻ പള്ളിയിൽ പോയി വരുന്നു. അതുപോലെ ഇയർ ബാലൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡോക്ടറെ കാണിച്ച് മരുന്ന് വെച്ച് പിന്നീട് ഞാൻ കഴിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വെച്ച് എനിക്കൊരു പ്രാവശ്യം അത് വന്നു. മാതാവ് അതോടുകൂടി എനിക്ക് ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റി തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ തരുന്ന പേപ്പറുകൾ അടുത്തും അകലെയും എല്ലായിടത്തും ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ മകളും എൻ്റെ ഭർത്താവും എല്ലാവരും ഒപ്പം അത് കൊടുക്കാനായിട്ട് കൂടെ നിൽക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അപ്പന്മാരുടെ അനാഥാലയം ഉണ്ട്, അവിടെയും ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ അമ്മമാരുടെ അനാഥാലയത്തിലും ഞങ്ങൾ ഫുഡ് കൊടുത്തിരുന്നു. പിന്നെ എല്ലാ മാസവും അവിടേക്ക് ഫുഡ് കൊണ്ടുപോകുമ്പോൾ അതിലൊരു ഭാഗം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രോഗികളായവർക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നിട്ട് ഓപ്പറേഷനൊക്കെ വരുമ്പോൾ നമുക്ക് പൈസയുടെ ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആര് ചോദിച്ചാലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇത്രയും നന്മകൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി. ഞാൻ കോർപ്പറേറ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഈ മുന്നേ എഴുതിയിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് എക്സാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് BEd പഠിച്ചിരുന്നവരാ. ഞാൻ DLEd ആയിരുന്നു. അപ്പോൾ അവരുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ സബ്ജക്റ്റിൽ നിന്ന് ഒരു 50 മാർക്കിന് വരുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് എനിക്ക് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സയൻസ്, സോഷ്യൽ, EVS, ഇംഗ്ലീഷ് അങ്ങനത്തെയുള്ള സബ്ജക്റ്റിൽ നിന്നായിരിക്കും എനിക്ക് വരാമെന്നാണ്. ഞാനപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പഠിച്ചിരുന്നത്. ലാസ്റ്റ് പരീക്ഷാ ഹോളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു സൈക്കോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിരുന്നു. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ട് കഴിഞ്ഞ പിന്നെ അത് അടച്ചു വെച്ചതാണ്. പിന്നെ ഞാനത് തുറന്നിട്ടില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ബുക്ക് തുറക്കാണ്ടാണ് എക്സാമിന് പോണത്. ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒന്നും എഴുതാൻ കിട്ടണില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെ അറിയാം, പക്ഷെ അത് അതിലേക്ക് എഴുതാൻ പറ്റണില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു തുടങ്ങി. എനിക്ക് എഴുതാൻ കിട്ടും, പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് എഴുതാനായിട്ട് പറ്റണില്ല. കാരണം ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പ് അതിലുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ കഴുത്തിൽ കിടക്കണ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, ഈശോയെ എന്നെ ജയിപ്പിക്കണേ, എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇതിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴെന്നെ മാതാവ് അനുഗ്രഹിച്ചു. എനിക്ക് അതിൽ പകുതി മാർക്ക് തന്നെ എനിക്ക് വാങ്ങി തന്നു. ജയിക്കാനുള്ള മാർക്കിനെക്കാട്ടും കൂടുതൽ മാർക്ക് എനിക്ക് ആ വിഷയത്തിലും ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ എൻ്റെ ഭർത്താവിനായാലും മക്കൾക്കായാലും തന്നിട്ടുണ്ട്. അതിന് 1000 നന്ദി പറയുന്നു. 1 തെസ്സലോനിക്ക 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ജിനി ജോസ് എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൺമുൻപിൽ തന്നെ ഒരുപക്ഷെ മറ്റനേകർ ഒരേ കാര്യത്തിന് ഒരേ യോഗ്യതയുള്ളവരായി കാണുമ്പോഴും ഉടമ്പടി നമുക്ക് നമ്മളെ പ്രത്യേക സ്നേഹത്തോടു കൂടി ദൈവം ചേർത്ത് പിടിക്കുന്നത്, നമുക്ക് വേണ്ടി മാത്രമായ ചില വഴികൾ ഒരുക്കിത്തരുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടെന്ന് കൺവെട്ടത്ത് മനസ്സിലാകുന്ന വിധം ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും. അത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു ആത്മധൈര്യമാണ്. എൻ്റെ കർത്താവും എൻ്റെ അമ്മ മാതാവും എൻ്റെ
കൂടെ നിന്ന് എൻ്റെ ജീവിതത്തെ നയിക്കുകയും ഞാൻ ഏതൊക്കെ മേഖലകളിൽ വ്യാപരിച്ചാലും ഞാൻ അമ്മ മാതാവിനോട് വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവസ്നേഹത്തോടു കൂടിയും പെരുമാറുകയാണെങ്കിൽ എൻ്റെ ജീവിത വിഷയം ഏറ്റെടുത്തുകൊണ്ട് എനിക്കത് അനുഗ്രഹത്തിന് നന്മയ്ക്ക് പരിണമിക്കുവാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിക്കുമെന്നത്. അതുകൊണ്ട് ഓരോ ഉടമ്പടി ജീവിതവും പ്രത്യാശയാലാണ് നിറയേണ്ടത്. ഓരോ ഉടമ്പടി ജീവിതവും ദൈവസ്നേഹത്താലാണ് നന്മകൾ ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധമാവേണ്ടത്. ഓരോ ഉടമ്പടി ജീവിതത്തിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമായി തീരുമെന്ന ഉറപ്പോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വ്യാപരിക്കേണ്ടത്. ഓരോ പ്രാർത്ഥനയും അനുഗ്രഹിക്കപ്പെടുമെന്ന ബുദ്ധിത്തോടു കൂടി ഉച്ചരിക്കുമെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് നിശ്ചയം കാരണമാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകളും ഈ അമ്മയും ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.